ഇത്ര അല്ലെ അത് താമസിച്ച വീട്ടിലെങ്ങനെ ചെയ്യാമോ ഒരച്ഛന്? ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. കൊച്ചിന് പിന്നെ അച്ഛനാണോ സാക്ഷികളുണ്ട്. ഇവര് മാത്രമല്ലേ പറയുന്നത് കൊച്ചിങ്ങനെ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത്? വേറെ ആര് കണ്ട്? അതിന് വേറെ ആരും ഇല്ല. അതിന് 2 കൊച്ചുങ്ങളുണ്ട്, ഭർത്താവുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് താമസം തുടങ്ങി 2 ആഴ്ച ആയതേ ഉള്ളൂ. ചെയ്യാണ്. ലൈക്ക് ഈ കുട്ടി മദ്യത്തിൽ പൊടിയിട്ട് ഡെയിലി കുടിക്കും, ഇങ്ങനെ പൈസ വാങ്ങിക്കുന്നു എന്നൊക്കെ പറയാണ്. അച്ഛനെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന അവരുടെ ഒരു കൺട്രോളിലാണ് അച്ഛൻ അവിടെ പൊക്കോണ്ടിരുന്നത്. അതൊരു നീതിപാലകൻ അഗതി മന്ദിരത്തിൽ പോകാനായിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്വാധീനം എത്രയാണെന്ന് കൂടെ ചിന്തിക്കുക. അത്രയും കാശിൻ്റെ ബലം കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുക, അത്രയും വിഷയം ഉണ്ടെന്ന് ചിന്തിക്കുക. ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്, പരിഹാരങ്ങളാണ് വേണ്ടത്. നമസ്കാരം. ഇത് നമ്മുടെ കടക്കാവൂരാണ്. കടക്കാവൂർ അറിയാലോ, വർക്കല കടക്കാവൂർ. വർക്കല എന്ന് പറയാൻ പറ്റില്ല, ചിറയൻകീഴ് അടുത്തുള്ള കടക്കാവൂർ ചെക്കാല വിളാകുന്ന സ്ഥലമാണ്. കുറേ ചേച്ചിമാരൊക്കെ എന്നെ വിളിച്ചായിരുന്നു. ചേച്ചിമാരെ നാട്ടുകാരൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഒരു മോളുടെ കാര്യം, അനുഭവം എന്നല്ലേ പേര്? അനുപ ഒരു മോള് ഇപ്പം എന്താ പറയുക, റോഡിൽ നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മമാരൊക്കെ എന്നെ വിളിച്ചത്. മെമ്പറൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. മോളെ നിനക്ക് വിഷയം പറ. വിഷയം എന്ന് പറയുന്നത് 2022 മുതൽ അച്ഛൻ്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള തെക്കുംഭാഗം എന്ന് പറയുന്ന സ്ഥലത്തൊരു വീടുണ്ടായിരുന്നു. അവിടെ വാടകയ്ക്കായിരുന്നു ഈ ഒരു ഫാമിലി വന്നത്. അപ്പോൾ അവരുടെ ആര് വന്നത്? മോളുടെ അവസ്ഥ എന്താണ്? മോള് പിന്നെ അവര് ദത്തെടുത്ത് വളർത്തിയാണോ മോള്? അതെ, അച്ഛനും അമ്മയും ദത്തെടുത്ത് വളർത്തിയാണ്. എന്നിട്ട് മോളെ വിവാഹം കഴിപ്പിച്ച് വിട്ടു. 2 ആഴ്ചയും കണ്ടേ ഉള്ളു വരുന്നു ആ വിവാഹ ബന്ധത്തിന്റെ കാലാവധി അല്ലേ? അതെ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ മരിച്ചുപോയി. അമ്മ 2016 മരിച്ചുപോയി. അതെ. അതിനുശേഷം ഞാൻ കുഞ്ഞമ്മമാരുടെ അടുത്ത് നിന്നത്. കാരണം അച്ഛൻ ഗൾഫിലോട്ട് പോയായിരുന്നു അമ്മയുടെ മരണശേഷം. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു 2021-22 ഒക്കെ ആയപ്പോഴായിരുന്നു പിന്നെ അച്ഛൻ മതിയാക്കി കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് വന്നത്. അതിനുശേഷം ഞാനും അച്ഛനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ 2022 അവർ ഈ ഇപ്പോൾ താമസിക്കുന്ന ആൾക്കാർ അവിടെ വാടകയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛൻ്റെ ഉടമസ്ഥതയിൽ തന്നെ വേറൊരു വീടും കൂടി ഞങ്ങൾക്കുണ്ട്, ഒരു ചെറിയ വീടുണ്ട്. അവിടെ താമസത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ അച്ഛനെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന അവരുടെ ഒരു കൺട്രോളിലാണ് അച്ഛൻ അവിടെ പൊക്കോണ്ടിരുന്നത്. അതായത് എൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും അവരുമായിട്ട് സംസാരിച്ചിട്ടേ തീരുമാനിക്കുള്ളൂ. അങ്ങനെ ഒരു പരാതി എന്താണ്? ഇപ്പോൾ അവർ പറയുന്നത് അവർ ഈ വീട് വാങ്ങിയെന്നാണ് അവർ പറയുന്നത്. വീട്ടിൽ എന്തെങ്കിലും മോൾക്ക് അവകാശമുണ്ടോ? എനിക്ക് എന്റെ പേരിലായിരുന്നു ഈ വീട് ഇരുന്നത്. അത് അച്ഛൻ തിരിച്ചു വേണോന്ന് പറഞ്ഞ് എന്റെ ടോർച്ചർ ചെയ്ത് തിരിച്ചു അച്ഛനെ വിശ്വാസത്തിലായിരുന്നു ഞാൻ കൊടുത്തത്. കാരണം അപ്പൊ ചോദിച്ചായിരുന്നു അച്ഛൻ ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ അന്ന് എൻ്റെ കൂടെ പറഞ്ഞത് എനിക്കുള്ളതൊക്കെ നിനക്ക് തന്നെ എന്ന് പറഞ്ഞ ഒരു വിശ്വാസം പിടിച്ചു പറ്റിയിട്ടാണ് എൻ്റെ ഇത് വാങ്ങിച്ചത്. പക്ഷെ അത് തിരിച്ച് വാങ്ങിച്ചതിന് ശേഷം അച്ഛൻ്റെ ആ ഒരു സ്വഭാവം മാറി. എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇവർ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു. പക്ഷേ അവിടെ നിന്ന് വളരെ മോശമായ ഒരു എന്താ പറയുക ഉണ്ടായല്ലേ? വളരെ മോശപ്പെട്ട് പറഞ്ഞ് സംസാരിച്ചു അല്ലേ? ഏത് സ്റ്റേഷനാണ്? കടക്കാവൂർ സ്റ്റേഷനിലാണ്. എന്താണെന്ന് ഞാൻ കൂടെ പോയില്ലായിരുന്നു. ഞാൻ മെമ്പറാണ്. ഞാൻ ഈ സംഭവം അറിയുന്ന ഒരാഴ്ച മുമ്പാണ്. കാരണം ഈ കുട്ടിയെ കുഞ്ഞിലെ മുതൽ ഞാൻ കാണുന്നതാണ്. എത്രയോ വർഷങ്ങളുണ്ട്. ഇപ്പോൾ അതിന് 29 വയസ്സായി. അപ്പോൾ കാണുന്നതാണ്. അപ്പോൾ ഈ കുട്ടി അങ്ങനെ നല്ലൊരു സ്വഭാവം, അതുപോലെ MBA വരെ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി വിവാഹം കഴിച്ചു വിട്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ആ ബന്ധം ശരിയായില്ല, ഇങ്ങനെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പം അതിനെന്ന് പറഞ്ഞ ഒരു ആശ്രയം ആരുമില്ല. ഈ അച്ഛനും അവിടെ താമസിക്കാൻ
വിൽക്കാനെന്ന് പറഞ്ഞ് ഇവരുടെ താമസിച്ചുകൊണ്ടിരുന്ന ഈ കൊച്ചു കുഞ്ഞിലേ തൊട്ട് താമസിച്ചുകൊണ്ടിരുന്ന ആ വീട് പിന്നെ ഇപ്പം വന്നവർ വിലയ്ക്ക് മേടിച്ചു എന്നാണ് പറയണത്. 22 ലക്ഷം രൂപയ്ക്ക് വിലയ്ക്ക് മേടിച്ചു എന്നുള്ളത്. അത് അച്ഛനാണ് എഴുതി കൊടുത്തത്. അതിൻ്റെ വിവാഹത്തിന് മുമ്പേ അച്ഛൻ ഇങ്ങനെ ചോദിച്ചു. അതിൻ്റെ അമ്മയുടെ പേരിലിരുന്ന വീടാണ്. അപ്പോൾ അച്ഛൻ പിന്നെ ചോദിച്ച് അപ്പോൾ എഴുതി കൊടുത്തു എന്നാണ് ആ കൊച്ചു പറയുന്നത്. പക്ഷേ ഇപ്പം അത് വിറ്റു എന്നാണ് പറയുന്നത് ആ വീട്ടിൽ താമസിക്കുക. അപ്പം അവരുടെ ഔദാര്യത്തിലാണ് ഇപ്പം കഴിയുന്നു എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ വീട് വിൽക്കേണ്ട ഒരു കാര്യവും ഇവരുടെ അച്ഛനില്ല. കാരണം നിയമപരമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ കുഞ്ഞ് എഴുതി കൊടുത്തു. നമുക്കിപ്പം വാർത്ത ശ്രദ്ധയിൽപ്പെടുത്താനേ പറ്റുള്ളൂ. കാരണം ആ കുഞ്ഞ് കാണിച്ചത് ഭയങ്കര അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്തതെന്ന്, അറിവില്ലായ്മ കൊണ്ടാണ് കൊച്ചിന് അങ്ങനെ സംഭവിച്ചതെന്നില്ലേ? അച്ഛനിലുള്ള സാർ അത് അങ്ങനെ സംഭവിച്ചത്. അച്ഛനിൽ നിന്നുള്ള വിശ്വാസം കൊണ്ടാണല്ലോ എഴുതി കൊടുത്തത്. നിയമപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലേ ചേച്ചി സംഭവം എഴുതി കൊടുത്തു പോയില്ലേ ചേച്ചി? അതിപ്പോ എന്ത് അറിവില്ലാതെ ചെയ്തു പോയി. കൊച്ചിന് വിദ്യാഭ്യാസം ഉണ്ടെന്നിട്ട് കാര്യമില്ല. കൊച്ചിന് അറിവില്ലാതെ കൊച്ചു ചെയ്തു പോയി. അപ്പൊ അത് ഇങ്ങനെ മുതലെടുക്കാൻ വേറെ സ്ത്രീകളും ഇങ്ങനെ ഇറങ്ങി എന്ത് ചെയ്യുന്നത്? അപ്പൊ ഈ കൊച്ചിനെ ഇനിയിപ്പോ ആര് സംരക്ഷിക്കും? എന്തായാലും നാട്ടുകാർ മൊത്തം അവിടെ കൂടിയിട്ടുണ്ട്. എല്ലാരും ആത്മഹത്യ ചെയ്യുന്നാണ് പറയുന്നത്. ഈ കൊച്ചു ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ പിന്നെ വേണ്ടത് നാട്ടുകാർ ചെയ്തോളും. ഈ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ ഈ കൊച്ചിന് അനാഥാലയത്തിൽ നിന്ന് അവരെടുത്തോണ്ട് വന്നതാണ്. ഈ കൊച്ചിന് ആരും ഇല്ല. ഈ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാ ഇപ്പൊ താമസിക്കുന്നവളും കുട്ടിയുടെ അമ്മയും പ്രസവിച്ച് വേറൊരു കുട്ടിയും പ്രസവിച്ച് അന്നത്തെ ദിവസം ഈ കൊച്ചിന്റെ അമ്മ പ്രസവിച്ചപ്പോഴത്തേക്ക് മരിച്ചാണ് ആ കുട്ടീനെ കിട്ടിയത്. അപ്പൊ അതിന്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പൊ വേറൊരു കുട്ടി 10-18 വയസ്സായപ്പോഴത്തേക്ക് പ്രസവിച്ച കുട്ടീനെ നഴ്സ് ഈ കൊച്ചിന്റെ അമ്മേനെ ഔദ്യോഗികമായിട്ട് എടുത്താണോ? അന്നത്തെ ദിവസം ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ട്. ഈ കൊച്ചിന്റെ ഇപ്പോഴത്തെ അച്ഛന്റെയും അമ്മയുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട് കൊച്ചിന്റെ പേരില്. അതുവരെ ഉണ്ട്. നാളുണ്ട്, വിശാഖ നാളാണ്, ഡേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ആ കുട്ടി എന്ത് പിഴച്ച്? അല്ല, കുട്ടിയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവർ എഴുതി കൊടുത്തു പോയി. ടോർച്ചർ ചെയ്താണ് കൊച്ചിന്റെ വാങ്ങിയെന്ന് പറയുന്നില്ല. അച്ഛൻ്റെ വിശ്വാസത്തിന്റെ പുറത്ത് കൊച്ചു എഴുതി കൊടുത്തെന്ന് പറയുന്നു. അപ്പൊ ആ അച്ഛൻ ഇത്രയും ചതിക്കുമെന്ന് കൊച്ചു പ്രതീക്ഷിച്ചില്ലല്ലേ? ഒരു അച്ഛനല്ലേ? അച്ഛൻ എന്താണ് വന്നതെന്ന് വെച്ചാൽ കൊച്ചിന് കിടക്കാൻ പോലും, കൊച്ചിന് അവിടെ ആ വീട്ടില് കിടക്കാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം ഇല്ല. കൊച്ചു ജനിച്ചപ്പോ തൊട്ട് കിടന്ന താഴത്തെ മുറിയിന്ന് ഇപ്പൊ അവര് പറയുന്നു അവർക്ക് ഫാമിലിയൊക്കെ വന്ന് കിടക്കും, അതുകൊണ്ട് മുകളിൽ പോണമെന്ന്. കൊച്ചിന് ബെഡ് പോലും കൊടുക്കൂല, താഴെയാണ് കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്തോന്നു, ഇവിടെ നിയമം ഇല്ലേ? ഇവിടെ നിങ്ങൾ എല്ലാവരും നാട്ടുകാരാണല്ലോ, അറിയുന്ന ആൾക്കാരൊക്കെ അല്ലേ? അറിയോ? കാര്യങ്ങളൊക്കെ അറിയാമോ കൊച്ചിന്റെ? അറിയാമോ? ശരിയാണോ കാര്യങ്ങളൊക്കെ? ശരിയാണ്, അറിയാവുന്ന കാര്യമോ? എല്ലാം അറിയുന്നുള്ള കാര്യമാണ്. ഈ കൊച്ചു ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തൊരു കൊച്ചാണ്. ഈ കൊച്ചിന് നീതി കിട്ടണം. നീതി കിട്ടിയേ പറ്റുള്ളൂ. ഇത് പെങ്കൊച്ചാണ്, ആങ്കൊച്ചല്ല കടത്തിൻ്റെ കിടന്ന് വളരാൻ. ഇത് പെങ്കൊച്ചാണ്, അതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിൽക്കുന്ന ജനങ്ങൾ മൊത്തം ഇറങ്ങും ഈ കൊച്ചിന് വേണ്ടി. അവരെ കുടുംബ വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇത് ഈ അല്ല, ഈ ചെറിയക്കടി പോകുന്ന റൂട്ട് ഇവിടെ നിന്ന് ഇപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കളെ? ഇവിടെ പോവേ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഈ ചേട്ടനെ അറിയാം. ഈ ചേട്ടൻ ചില പണ്ടൊരു പശു വന്ന് കുഴി വീണപ്പോഴത്തേക്ക് നമ്മളെ വിളിച്ച് വരുത്തിയിട്ട് ഞാനത് വാർത്ത ചെയ്തതാണ്. അത്രയും സ്നേഹമുള്ള എണ്ണാണ് ചേട്ടാ. അതൊക്കെ ശരിയാണോ കേട്ടോ? എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. നമുക്കറിയാവുന്നതാണ്. ഈ ഇഷ്യൂ ഓൾറെഡി കുറെ നാളായിട്ട് നടക്കുകയാണ്. ഇതാണ് എനിക്ക് മോക്ക് കിടക്കാനൊരു വീട് വേണം. അതൊക്കെ ഒരു വീട് വേണം. ഇത് ഈ ചെയ്തതെല്ലാം തെറ്റാണ്. എടുത്ത ഇവര് പറഞ്ഞതെല്ലാം ശരിയാണ്. ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിന്റെ അമ്മ മരിച്ചപ്പോഴത്തേക്ക് കുഞ്ഞ് അതിനെ കുളിപ്പിക്കുകയും വളർത്തുന്നതൊക്കെ ഞാൻ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് അറിഞ്ഞില്ല. അതിന് കിടക്കാടം പോലും ഇല്ലാതെ അതിനെ വെളിയിലാക്കുമെന്ന്. കുഞ്ഞങ്ങോട്ട് പോകും. അതാണ് ആ വീട് അത് ഇഷ്ടം പോലെ സ്വത്തുണ്ടല്ലേ. പിന്നെ ആ വീട് ഈ കൊച്ചിന് കൊടുത്തൂടെ? വേറെ ഒക്കെ അബദ്ധം പറ്റി. അബദ്ധം പോയി. അതാണ് ഇപ്പൊ കൂടെ താമസിക്കുന്നവളുമായിട്ട് ചേർന്ന് വശീകരിച്ച് എഴുതി വാങ്ങിച്ച്. അപ്പൊ അതിന് കൊച്ചിന് നീതി കിട്ടണ്ടേ? അവള് കയറി താമസിക്കുന്ന ഈ കൊച്ചെവിടെ കിടക്കും? ഈ കൊച്ചിനെ ആര് നോക്കും? 12 വയസ്സായ കളവനെ അവൾ അവിടെ വയ്ക്കിട്ട് ഈ കൊച്ചിനെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ എന്തൊരു കാര്യം അവക്ക്? അവളെ പുറത്താക്കണം. അവളെ പുറത്താക്കി ഭർത്താവുണ്ട്. ഈ വീട്ടിൽ ഇപ്പോഴാണ് വന്നത്. വേറൊരു വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചത്. ഇവരുടെ വേറൊരു വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചത്. നിയമപരമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാല് ചേച്ചി ഈ കുഞ്ഞ് എഴുതി കൊടുത്തു.
അപ്പൊ അത് നമുക്ക് അത് കൊച്ചു അബദ്ധം കാണിച്ചു. കൊച്ചു അച്ഛന്റെ വിശ്വാസം അച്ഛനിൽ നിന്ന് കൊച്ചു. അപ്പൊ അതിനിപ്പോ സ്റ്റേ ചെയ്തിട്ടൂടെ? സ്റ്റേ ചെയ്തിട്ടാ കിട്ടൂലേ മോക്ക്? എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്റെ നിയമവശങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സ്റ്റേ ചെയ്തിട്ടാ 6 മാസത്തിനകം സ്റ്റേ ചെയ്തിട്ടാ കിട്ടുമെന്നുള്ളതാണ്. നല്ലൊരു വക്കീലിനെ വെക്കണം. നമ്മളെന്തായാലും കുഞ്ഞിന്റെ വാർത്ത നമ്മൾ കൊടുക്കാം. നിയമവശങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് ചേട്ടൻ തന്നെ നമ്മുടെ എന്താ പറയുക, അന്നൊരു പശു വീണപ്പോഴത്തേക്ക് വിളിച്ച ചേട്ടനാണ്. എന്നിട്ട് ആ പശുവിൻ്റെ കൂടെ നമ്മളെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. എന്തായാലും നമ്മൾ കൊടുക്കാം. അത് ഒരു പശുവാണെങ്കിൽ ഇതൊരു മനുഷ്യ കുഞ്ഞാണ്. ഇപ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പെരുവഴിയിലാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ആക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം എങ്ങനെയാ മോളെ, എങ്ങോട്ടാ പോകണേ? അവര് പറയുന്നത് അച്ഛനെ അവര് നോക്കിക്കോളാം, പക്ഷെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് പോവാൻ ഒരു സ്ഥലം എനിക്കില്ല. ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകും? അപ്പൊ അവര് പറയുന്നത് അത് അവർക്ക് അറിയേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. ഈ പെങ്കൊച്ചിന്റെ അടുത്താണ് ഇതൊക്കെ കാണിക്കുന്നത്. കൊച്ചു പോലും അല്ല, പെങ്കൊച്ച് മനസാക്ഷിയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ പറയൂ? ഒരു പെങ്കൊച്ചിനോടാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരു ആൺകൊച്ചിന്റെ അടുത്താണ് പറഞ്ഞിരുന്നെങ്കിൽ അതിന് ഒരു അഗതി എങ്ങനെയെങ്കിലും വളരുമെന്ന് വിചാരിക്കും. തൊട്ടടുത്ത് തന്നെയാണ് കേറി കിടക്കാൻ. ഇപ്പൊ അവര് എന്നുവെച്ചാൽ മോശമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുമോ? ഈ കുട്ടീനെ കിടത്താൻ നമ്മൾ 1 ദിവസമോ 2 ദിവസമോ അല്ലേ നമ്മള് കിടത്തോളൂ. നമ്മളിപ്പോ കൂടിപ്പോയ 1-2 ദിവസം ഇവരെ കൂടെ ചെല്ലും. അതല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. ആ വീട്ടിനകത്തെ ഈ കൊച്ചിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്റെ കൂടെ വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അവൾ ആത്മഹത്യ ചെയ്യുന്നു, ഇനി എനിക്ക് ഒരു രക്ഷയില്ല, അഗതി മന്ദിരത്തിൽ പോവാൻ പറഞ്ഞെന്ന് എന്നും പറഞ്ഞാണ് അവൾ പറഞ്ഞത്. ഞാൻ പോയിട്ട് കണ്ടില്ല സാറിനെ. സർക്കിളാണ് പറഞ്ഞതെന്നാണ് കൊച്ചു പറയുന്നത്. സർക്കിളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് പോവാൻ, ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പോവാൻ ഒരു സ്ഥലം ഇല്ലെന്ന് പറഞ്ഞപ്പോ പറഞ്ഞതായിരുന്നു എനിക്ക് അഗതി മന്ദിരത്തിൽ പോകണമെന്നായിരുന്നു പറഞ്ഞത്. സർക്കിളിന്റെ പേരെന്താണ്? ആരാണ് സർക്കിള്? അറിയോ? എനിക്കറിഞ്ഞൂടാ. അറിയോ? ഞാൻ പറഞ്ഞുതരാം. ഏതായാലും നമ്മളൊരു നിയമ സംവിധാനത്തിന്റെ മുമ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് നീതി പ്രതീക്ഷിച്ചാണ് പോകുന്നത്. അവിടെ നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ ഒരു മോള് അവൾ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. അവൾ ആത്മഹത്യയിലെ വക്കീലാണ്, കയറി കിടക്കാൻ വീടില്ല, അത്രയും വിഷയങ്ങളുണ്ട്. അതൊരു നീതിപാലകൻ അഗതി മന്ദിരത്തിൽ പോകാനായിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്വാധീനം എത്രയാണെന്നും കൂടെ ചിന്തിക്കുക. അത്രയും കാശിൻ്റെ ബലം കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുക. അത്രയും വിഷയമുണ്ടെന്ന് ചിന്തിക്കുക. ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്, പരിഹാരങ്ങളാണ് വേണ്ടത്. അത് ചെയ്യേണ്ടത് ഈ പറയുന്ന സർക്കിളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ നികുതി കാശ് കൊണ്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എന്താണ് അവർക്ക് വേണ്ട നിയമസഹായം ചെയ്ത് കൊടുക്കുക. അവർക്കൊരു എന്താ പറയുക, ഒരു സംവിധാനം ഒരുക്കുക. അല്ലാതെ നമുക്കൊരു പെൺകുട്ടിയെന്നും വീട്ടിൽ കൂടെ ഒന്ന് പോകണം. നമുക്കൊന്നൊരു പെൺകുട്ടിയെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റില്ല. നമുക്കൊരു പെൺകുട്ടിയെ ഇല്ലേ, ഒരു പെൺകുട്ടിയെ നമുക്ക് ഇറക്കിടാൻ പറ്റില്ല. ഒരു പെൺകുട്ടിയാണ്, ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടിയാണ്, ഇറക്കി വിടാൻ പറ്റില്ല. പരിഹാരം ഉണ്ടാകണം. സർക്കിളിന്റെ അടുത്ത് 22 ലക്ഷം രൂപയ്ക്ക് അവിടെ വിലയ്ക്ക് വാങ്ങിയെന്നാണ് അവര് വിലയ്ക്ക് വാങ്ങിയെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി എനിക്കറിയില്ല. അവര് അച്ഛൻ 26 ലക്ഷം രൂപ മൊത്തം തന്നിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത്. ആദ്യം പറഞ്ഞത് 18 ലക്ഷം എന്നായിരുന്നു. 26 ആയിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് 30 ലക്ഷം എന്നായിരുന്നു. ഇതിൽ എനിക്ക് ഏതായാലും ഞങ്ങൾ ആ വീടിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ആ വീടിന് അകത്തേക്കൊന്നും കയറുന്നില്ല. നാട്ടുകാർ മൊത്തം ഉണ്ട്. അങ്ങോട്ടത്തെ കയറിയാൽ ശരിയാവത്തില്ല, അവിടെ നമ്മൾ കയറുന്നില്ല. നമ്മളെന്തായാലും ആ വീടൊന്ന് കാണിക്കാൻ വേണ്ടിയും അവരുടെ അവസ്ഥ പറയാൻ വേണ്ടി വന്നത്. അപ്പൊ അച്ഛൻ അവിടെ ഇല്ലേ? അച്ഛനവിടെ ഉണ്ട്. അച്ഛൻ സംസാരിക്കുന്നില്ലേ? അച്ഛനോട് സംസാരിച്ചിട്ട് തന്നെ കുറെ നാളായി. ഞാൻ അവിടെ നിന്ന് ആഹാരം പോലും കഴിക്കാറില്ല. ചേട്ടാ ആരാണ്? അയൽവാസി. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോയതാണോ? അതെ. എന്താ പറഞ്ഞത് ആദ്യം 22 ലക്ഷം രൂപയ്ക്കാണ് അവര് വിലയ്ക്ക് വാങ്ങിയത്. അതിനുശേഷം അത് പോരാന്ന് പറഞ്ഞുകൊണ്ട് 4 ലക്ഷം രൂപയും കൂടെ അധികം കൊടുത്ത് 26 ലക്ഷം രൂപ ഈ കൊച്ചിന്റെ കൊടുത്തിട്ടുണ്ടെന്നാണ്. ആണോ? അങ്ങനെ വല്ലതാണോ? വാസ്തവാണോ? ഇത് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? വാടകയ്ക്ക് കിടക്കുന്ന അവർക്ക് വാടക കൊടുക്കാൻ പോലും, അതായത് അവർ 22 ലക്ഷം രൂപയും 30 ലക്ഷം രൂപയും കൊടുത്ത് ഇത് എങ്ങനെ ഈ കൊച്ചിന്റെ അവർ വാങ്ങി? എങ്ങനെ വാങ്ങിക്കുന്ന? വാടകയ്ക്ക് കിടക്കുന്ന അവരിൽ 30 ലക്ഷം ഉണ്ടെങ്കിൽ അവർക്ക് വേറെ വീടും പേരോടെ മേടിച്ചോളൂ. ഈ കൊച്ചു കിടക്കുന്നത് വാങ്ങിച്ചവര് വാടകയ്ക്ക് കിടന്നവരാണ്.
ഇത് ഈ കൊച്ചിന്റെ വേറൊരു വീട്ടിൽ വാടകയ്ക്ക് കിടന്നവരാണ് ഈ ഇവിടെ വന്നിപ്പോ 25 എത്ര ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചെന്ന് പറയുന്നത്. 26 ലക്ഷം രൂപ. ചേട്ടനല്ലേ ഇപ്പൊ സംസാരിച്ചത്? അതെ, ഞാൻ സംസാരിച്ച പുള്ളി പറഞ്ഞ അതാണ്. വാസ്തവമല്ലോ ഉണ്ടോ? പുള്ളിക്കാരൻ അങ്ങനെ മൊത്തത്തിൽ ബിച്ചിങ് ചെയ്യാണ്. ലൈക്ക് ഈ കുട്ടി മദ്യത്തിൽ പൊടിയിട്ട് ഡെയിലി കുടിക്കും, ഇങ്ങനെ പൈസ വാങ്ങിക്കുന്നു എന്നൊക്കെ പറയാണ് എന്നൊക്കെയാണ് മൊത്തം ബിച്ചിങ് അറൗണ്ട്. അതാണ്. അല്ല, എന്തെങ്കിലും വാസ്തവമുണ്ടോ? നിങ്ങൾ നാട്ടുകാരല്ലേ? നമ്മൾ പറഞ്ഞതാണ് കൊച്ചു ജനിച്ച വീടാണിത്, കൊച്ചു ജനിച്ച് വളർന്ന വീടാണിത്. ഞാൻ തൊട്ട് അയൽവാക്കാരിയാണ്. ഈ കുട്ടീനെ ഏകദേശം ഞാനത് 3-4 വയസ്സ് തൊട്ട് ഞാൻ കണ്ടു തുടങ്ങുന്നതാണ്. പക്ഷേ ഇതിന്റെ സ്വഭാവത്തിനൊന്നും യാതൊരു 10-21 വയസ്സായി, 29 വയസ്സായി, ഒരു അഴുക്ക സ്വഭാവങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. നല്ല മര്യാദയുള്ള ഒരു കുട്ടിയാണിത്. ഇത്ര അല്ലെ അത് താമസിച്ച വീട്ടിൽ എങ്ങനെ ചെയ്യാമോ ഒരച്ഛന്? ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. കൊച്ചിന് പിന്നെ അച്ഛനാണോ കാര്യല്ലേ എന്തോന്ന് ഇയാളുടെ ഭാര്യയുടെ ആദ്യത്തെ ഭാര്യയുടെ അനിയത്തിയാണ് നിൽക്കുന്നത്. പൈസ ഇല്ലാതെ ജീവിച്ചു പോകുന്ന കുട്ടികളാണ്. പെണ്ണാണ് ഇപ്പൊ 29 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? സാക്ഷികളുണ്ട്. ഇവര് മാത്രമല്ലേ പറയുന്നത് കൊച്ചിങ്ങനെ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത്? വേറെ ആര് കണ്ട്? അതിന് വേറെ ആരും ഇല്ല. അതിന് 2 കൊച്ചുങ്ങളുണ്ട്, ഭർത്താവുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് താമസം തുടങ്ങി 2 ആഴ്ച ആയതേ ഉള്ളൂ. അനുപയുടെ ഈ വിഷയം നാട്ടുകാരുടെ വിഷയമായി ഏറ്റെടുത്തിരിക്കുകയാണ്. അത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. എന്തായാലും ഞങ്ങൾ അവരെ വീട്ടിലേക്കൊന്നും കയറിയിട്ടില്ല. ഓരോ സങ്കടങ്ങളും കാരണം കേട്ടു. ഇത്രയും വിഷയങ്ങളുണ്ട്, പരിഹാരമൊക്കെ ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹം. കാരണം ഒരു പെൺകുട്ടിയാണ്, അവളെ നമുക്ക് തെരുവിലേക്ക് എടുത്ത് കളയാൻ പറ്റത്തില്ല. പരിഹാരം ഉണ്ടാവണം. എസ് ബി എസിനുവേണ്ടി ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.